श्याम गोपाल राधिकरमणा श्रीरंगा राधे श्याम गोपाल राधिकरमणा श्रीरंगा मेघश्याम गोपाल मनमोहन रूपा श्रीरंगा मेघश्याम गोपाल मनमोहन रूपा श्रीरंगा पंढरीनाथ गोपाल पांडुरंग श्रीरंग पंढरीनाथ गोपाल पांडुरंग श्रीरंग भक्तकोलाहल गोपाल भक्तपुरीशा श्रीरंग भक्तकोलाहल गोपाल भक्तपुरीशा श्रीरंग राधेश्याम गोपाल राधिकरमण श्रीरंग राधेश्याम गोपाल राधिकरमण श्रीरंग मेघश्याम गोपाल मनमोहन रूपा श्रीरंग मेघश्याम गोपाल मनमोहन रूपा श्रीरंग मनमोहन रूपा श्रीरंग सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद. ഭഗവാന്റെ പത്നിമാർ 16,108 പേർ എന്ന് പറയുന്നുണ്ട്. പത്നി പറഞ്ഞാൽ എന്താണ്? ശക്തിയാണ്. ദേവന്മാരുടെ ശക്തിയെ നമ്മൾ പത്നിയായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. ഇപ്പോൾ ഗണപതിക്ക് 2 ഭാര്യമാർ, സിദ്ധി ബുദ്ധി പറയും. സിദ്ധി ബുദ്ധി പറഞ്ഞാൽ അർത്ഥം ഗണപതി പറയുന്നത് ബ്രഹ്മചര്യമാണ്. ബ്രഹ്മചര്യത്തിലിരിക്കുന്ന ആൾക്ക് സിദ്ധികൾ ഉണ്ടാവും. അതുകൊണ്ടല്ലേ മഹാഗണപതി എലിയുടെ മുകളിൽ നിൽക്കുന്നു. സാധാരണ ഒരു ആന എലിയുടെ മുകളിൽ കയറിയാൽ എന്താവും? എലി ചമ്മന്തിയാവും. പക്ഷേ മഹാഗണപതി എലിയുടെ മുകളിൽ നിന്നിട്ടും എലി ഇങ്ങനെ ഓടി നടക്കുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? അതാണ് ലഘിമ എന്ന പേരുള്ള സിദ്ധി. ലഘുവായിട്ടിരിക്കുന്ന സിദ്ധിയാണ്. പക്ഷേ സിദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി, ഭഗവാനെ പ്രാപിക്കുന്ന ബുദ്ധി. അതാണ് മഹാഗണപതിയുടെ ഭാര്യയെ സിദ്ധി ബുദ്ധി എന്ന് പറയുന്നത്. ഇതുപോലെയാണ് എല്ലാ ദേവന്മാരുടെ ശക്തികളെ നമ്മൾ പത്നിയായിട്ട് സങ്കല്പിച്ച് പൂജിക്കുന്നു. ഇവിടെ ഭഗവാന്റെ ശക്തികൾ അനന്തമാണ്. 16,100 മാത്രമില്ല, എത്രയോ ശക്തികൾ. ആ ശക്തികളൊക്കെ കൃഷ്ണാവതാരത്തിൽ ഒരു പെൺകുട്ടിയായി ജനിച്ച് അന്ന് ഭഗവാനെ പ്രാപിച്ചു. അതിൽ പ്രധാനം 8 മഹിഷികളാണ്. അഷ്ടലക്ഷ്മി പറയാറുണ്ടല്ലോ, ആ അഷ്ടലക്ഷ്മിയാണ് കൃഷ്ണാവതാരത്തിൽ പ്രധാനപ്പെട്ട അഷ്ടമഹിഷികളായി അവതരിക്കുന്നു. ഭഗവാനുക്ക് വിവാഹം കഴിഞ്ഞ ശേഷം അടുത്ത അധ്യായത്തിൽ ഉണ്ണി ഉണ്ടായി എന്നൊരു കഥ പറയുന്നു. കാരണം വിവാഹത്തിൻ്റെ പ്രയോജനം നല്ല ഉണ്ണി ഉണ്ടാവണം. വിവാഹം കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ ചോദിക്കും, 2-3 കൊല്ലം കഴിഞ്ഞാൽ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങും. കാരണം വിശേഷം വേണ്ടേ. അതുപോലെ വിവാഹം കഴിഞ്ഞിട്ടും കണ്ണനുക്ക് സന്താനഭാഗ്യം ഉണ്ടായിട്ടില്ലേ. പിന്നെ വസുദേവൻ സ്വർണ്ണപ്പണിക്കാരെ വിളിച്ച് പണിക്കരെ വിളിച്ച് സ്വർണ്ണ പ്രശ്നം പറയാറുണ്ടല്ലോ, അങ്ങനെ പ്രശ്നം വച്ച് നോക്കുമ്പോൾ പ്രശ്നക്കാർ പറഞ്ഞു, ഒരു 1008 ബ്രാഹ്മണന്മാരെ വിളിച്ച് പൂജ ചെയ്ത് അവരുടെ ആശീർവാദം മേടിച്ചാൽ ഉണ്ണി ഉണ്ടാവും. ആരാധ്യ വിപ്രാൻ സ്മരം ആദിസർഗേ. തൃതീയ സ്കന്ധത്തിൽ ഈ വിഷയം പറയുന്നു. യം രുക്മിണി ഭഗവതോ അഭിലേഭേ ആരാധ്യ വിപ്രാൻ സ്മരം ആദിസർഗേ. അങ്ങനെ 1008 ബ്രാഹ്മണന്മാരെ വിളിച്ചു വരുത്തി പാദപൂജ ചെയ്ത് അവരുടെ ആശീർവാദം കിട്ടിയ ശേഷം കൃഷ്ണനുക്കും രുക്മിണിക്കും ഒരു ഉണ്ണി ഉണ്ടായി. ആ ഉണ്ണി ആരാണ്? പ്രദ്യുമ്നൻ. ഈ പ്രദ്യുമ്നൻ മന്മഥൻ്റെ അവതാരമാണ്. കാമസ്തു വാസുദേവാംസോ ദഗ്ധപ്രാഗ്രുദ്രമന്യുന ദേഹോപപത്തയേ ഭൂയഃ തമേവ പ്രത്യപത്യത്തെ. മന്മഥൻ മഹാദേവനെ കാണാൻ വന്നു. കറുമ്പ് വില്ലും പുഷ്പബാണവും, നല്ല സ്വീറ്റ് വില്ലാണ്, സോഫ്റ്റാണ് ബാണം. വില്ലും ബാണങ്ങളും സ്വീറ്റ് ആൻഡ് സോഫ്റ്റായിട്ടുണ്ട്. പക്ഷേ മനസ്സ് അങ്ങനെ ആയിട്ടില്ല. മനസ്സിൽ മഹാദേവനക്ക് കാമം ഉണ്ടാക്കണം വിചാരിച്ച് വന്നു. അപ്പം മനസ്സിൻ്റെ ദോഷം കണ്ടപ്പോൾ മഹാദേവൻ 3ാമത്തെ തൃക്കണ്ണ് കൊണ്ട് മന്മഥനെ ഭസ്മമാക്കി. ഇപ്പോൾ രതിദേവി പ്രാർത്ഥിച്ചു, എൻ്റെ ഭർത്താവിന് ശരീരം വേണം. അപ്പോൾ മഹാദേവൻ അനുഗ്രഹിച്ചു, കൃഷ്ണാവതാരത്തിൽ കിട്ടും. അങ്ങനെ
ഭസ്മമായ മന്മഥനാണ് ഇപ്പോൾ രുക്മിണിക്കും കൃഷ്ണനും ഉണ്ണിയായി ജനിച്ചു. ഈ കാര്യം മനസ്സിലാക്കിയ മന്മഥൻ്റെ ശത്രുവായ ശംബരാസുരൻ എന്തു ചെയ്തു? ആ ഉണ്ണിയെ പ്രസവമുറിയിൽ നിന്നും എടുത്ത് സമുദ്രത്തിൽ വലിച്ചെറിഞ്ഞു. സമുദ്രത്തിൽ വീശിയപ്പോൾ ഒരു മീന് തിമിംഗിലം. മീന് പിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, മുക്കുവന്മാർ, ആ മീനും പിടിച്ച് ശംബരാസുരൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു. ശംബരാസുരൻ്റെ അടുക്കളയിലാണ് രതിദേവി മായാവതി എന്ന പേരിലിരിക്കുന്നു. അവിടെ അടുക്കളയിൽ മീൻ മുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ജീവിതമുള്ള ഒരു ഉണ്ണി. അപ്പോൾ നാരദൻ എന്ന് പറഞ്ഞു, ഈ ഉണ്ണിയാണ് എൻ്റെ ഭർത്താവ്. അപ്പോൾ മായാവതിക്ക് ഈ സംശയം, ഉണ്ണിയെ എങ്ങനെ ഭർത്താവായി വിചാരിക്കും? ഇത് അങ്ങനെയാണ്, ഇവർ ദിവ്യ ശരീരമുള്ളവരാണെന്ന് പറഞ്ഞു. നാരദൻ പറഞ്ഞതുപോലെ കുറച്ച് ദിവസത്തിൽ പെട്ടെന്ന് വലിയ ഉണ്ണിയായി മാറി. അപ്പോൾ തൻ്റെ ഭർത്താവ് വിചാരിച്ച് ഭർത്താവിൻ്റെ ഒരു പ്രേമം കാണിച്ചു മായാവതി. അപ്പോൾ ചോദിച്ചു, നീ എൻ്റെ അമ്മയല്ലേ? ചോദിച്ചപ്പോൾ, അല്ല, നിങ്ങളുടെ അമ്മ രുക്മിണി ദേവിയാണോ? നമുക്ക് ശംബരാസുരനെ വധിച്ചിട്ട് അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞപ്പോൾ ശംബരാസുരനെ ജയിക്കാനുള്ള മായമൊക്കെ മായാവതി പറഞ്ഞു കൊടുത്തു. അങ്ങനെ ശംബരാസുരനെ വധിച്ച് ആകാശവഴിയുടെ ദ്വാരകയിൽ എത്തി മന്മഥൻ പറയില്ല, മന്മഥൻ്റെ സ്വരൂപനായ പ്രദ്യുമ്നനും അതേപോലെ ഈ മായാവതിയും കൊട്ടാരത്തിലെത്തിയപ്പോൾ എല്ലാവർക്കും കൃഷ്ണന് തോന്നിപ്പോയി. കാരണം കൃഷ്ണൻ അങ്ങനെയാണ്, എവിടെ ചെന്നാലും ഒരു പെൺകുട്ടിയായിട്ടേ വരുള്ളൂ. അങ്ങനെ വന്നപ്പോൾ കൃഷ്ണനെ പോലെ തോന്നി. പക്ഷേ ചെറിയ വ്യത്യാസം കണ്ടപ്പോൾ ഒരു സംശയമുണ്ടായി. അപ്പോൾ രുക്മിണി ദേവിക്ക് മനസ്സിലായി, രുക്മിണിയുടെ ഇടത്തെ ഭാഗം വാമസ്ഫുരതിമേ ഭുജഃ, രുക്മിണിയുടെ ഇടത്തെ കൈ ഇങ്ങനെ തുടിക്കാൻ തുടങ്ങി. സ്ത്രീകൾക്ക് ഇടത്തെ ഭാഗം കണ്ണ്, കൈ, തുട, ഇതൊക്കെ സ്പന്ദനം ഒരു ചെറിയ തുടിച്ചാൽ അത് നല്ല ശകുനമാണ്. പുരുഷന്മാർക്ക് വലത്തെ കണ്ണ്, വലത്തെ കൈ തുടിച്ചാൽ നല്ല ശകുനമാണ്. അപ്പോൾ നല്ല ശകുനമായിക്കോട്ടെ, സ്വയമായിട്ട് ഇങ്ങനെ ആട്ടാൻ പാടില്ല. ചിലപ്പോൾ നമ്മളറിയാതെ ഇങ്ങനെ സ്പന്ദനം ഉണ്ടാവും. അപ്പോൾ രുക്മിണിക്ക് മനസ്സിലായി, എൻ്റെ ഉണ്ണി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ കന്നഡ ഈ ഉണ്ണിക്ക് എങ്ങനെ സാരൂപ്യം കിട്ടി? കഥം ത്വനേന സംപ്രാപ്തം സാരൂപ്യം ശാർംഗധന്വനഃ ആകൃത്യ അവയവൈർഗത്യ സ്വരഃ സാവലോകനൈഃ. അപ്പോൾ നാരദൻ വന്ന് പറഞ്ഞു കൊടുത്തു, ഇത് നിൻ്റെ ഉണ്ണി തന്നെയാണെന്ന്. ആ സമയത്ത് കണ്ണനും വസുദേവരും ദേവിക്കും ഉണ്ടായിരുന്നു. നാരദൻ പറഞ്ഞു കൊടുത്തു കാര്യം. നമ്മൾക്ക് നമ്മുടെ അന്തരിന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഈ നാലിൻ്റെ ദേവന്മാരാണ് വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഈ നാല് വ്യൂഹമൂർത്തിയാണ് ഏട്ടനായും അണിയനായും പുത്രനായും പേരക്കുട്ടിയായും ജനിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നാച്ചിയാർ കോവിൽ സ്ഥലമുണ്ട്. അവിടെ ചെന്നാൽ ഈ നാല് വ്യൂഹമൂർത്തിയെ നമുക്ക് കാണാം. അവിടെ കൽഗരുഡ സേവ വളരെ വിശേഷം. ഗരുഡൻ എല്ലാ വിഷ്ണു ക്ഷേത്രത്തിലും മരത്തിലായിരിക്കും. ഇവിടെ കൽഗരുഡനാണ്. പക്ഷേ 4 പേർ എടുക്കും, പിന്നെ 8 പേർ എടുക്കും, പിന്നെ 16 പേർ, പിന്നെ 32 പേർ, പിന്നെ 64 പേർ, ഇങ്ങനെ വെയിറ്റ് കൂടി വരും. പിന്നെ പുറത്ത് എഴുന്നേൽച്ച് കൊണ്ടുവന്ന് തിരിച്ച് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ വെയിറ്റ് കുറഞ്ഞ് പോകും. അങ്ങനെ ആ ഭഗവാന്റെ ക്ഷേത്രമാണ് നാച്ചിയാർ കോവിൽ പറയും. അവിടെയാണ് ഈ ചതുർവ്യൂഹമൂർത്തി നമുക്ക് കാണാം. എന്തായാലും അതിനുശേഷം സ്യമന്തക ഉപാഖ്യാനം ഒരു മണിയുടെ കഥയാണ്. ഈ മണികഥയിൽ ഭഗവാനുക്ക് 2 വിവാഹം ആയി. സത്രാജിത്ത് പേരുള്ള യാദവൻ സൂര്യനെ ഉപാസിച്ച് ഒരു മണി സ്വീകരിച്ച് കൊണ്ടുവന്നു, സ്യമന്തകമണി. അത് കണ്ടപ്പോൾ എല്ലാവരും സൂര്യൻ വിചാരിച്ചു, ആ തേജസ് കണ്ട്. പിന്നെയാണ് മനസ്സിലായി സത്രാജിത്ത് പറഞ്ഞു, ഈ മണിയുള്ള സ്ഥലത്ത് നിറച്ചും പണം കിട്ടും, സുവർണം കിട്ടും പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ആഗ്രഹമായി. ഭഗവാൻ പറഞ്ഞു, ഇത് കൊട്ടാരത്തിൽ വെച്ചോളൂ, വേണ്ട സുവർണം മാത്രം കൊണ്ടുപോയിക്കോളൂ. പറ്റില്ല പറഞ്ഞ് കൊണ്ടുപോയി. ഒരു ദിവസം സത്രാജിൻ്റെ അനിയനത് കൊണ്ടുപോയി കാട്ടിലേക്ക് പോയി. അയാൾ തിരിച്ചു വന്നില്ല. എല്ലാവരും നാട്ടുകാർക്ക് പറയാൻ തുടങ്ങി, കൃഷ്ണനാണ് സത്രാജിത്തിൻ്റെ അനിയനെ പ്രസേനനെ വധിച്ച് കൊണ്ടുപോയിന്ന് നാട്ടുകാർക്ക് ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഭഗവാൻ പുറപ്പെട്ടു ചെന്നു. ഒരു സ്ഥലത്തിൽ പ്രസേനനും അവൻ്റെ കുതിരയും ചെത്ത് കിടക്കുന്നു. കണ്ടപ്പോഴാണ് മനസ്സിലായി സിംഹം അടിച്ചതാണെന്ന്. സിംഹത്തിൻ്റെ കാൽപാട് പിടിച്ചു ചെന്നപ്പോൾ
ഒരു ഗുഹയിൽ ഒരു സ്ഥലത്തിൽ സിംഹം ചെത്ത് കിടക്കുന്നു. സിംഹത്തിനെ അടിച്ച് കൊണ്ടുപോയത് ഒരു കരടിയാണ് മനസ്സിലായി. ആ കരടിയുടെ കാൽപ്പാട് പിടിച്ച് പോയപ്പോൾ അത് ഗുഹയിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് ജാമ്പവാൻ്റെ ഗുഹയാണ്. ഭഗവാൻ പതുക്കെ മണിയെടുക്കാൻ പുറപ്പെട്ടപ്പോഴാണ് അവിടുത്തെ പെൺകുട്ടി കരയാൻ തുടങ്ങി. അപ്പോൾ ജാമ്പവാൻ യുദ്ധത്തിനായി വന്നു. ജാമ്പവാനുക്കും ശ്രീകൃഷ്ണ ഭഗവാനുക്കും 28 ദിവസം യുദ്ധം. ഇങ്ങനെ ഇടി കിട്ടിയപ്പോൾ ജാമ്പവാൻ മനസ്സിലായി, ഇതുപോലെ എന്നോട് യുദ്ധം ചെയ്യാനുള്ള ശക്തി എൻ്റെ പ്രഭുവായ രാമചന്ദ്രനക്ക് മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ ആരാണ് ചോദിച്ചപ്പോൾ ഭഗവാൻ കൃഷ്ണാവതാരത്തിൽ രാമനായി ദർശനം കൊടുത്തു ജാമ്പവാനുക്ക്. പിന്നെ ജാമ്പവാൻ്റെ പെൺകുട്ടിയെ ജാമ്പതിയെ വിവാഹം കഴിച്ച് ഭഗവാൻ വന്നു. പിന്നെ നാട്ടുകാർക്ക് ആരെങ്കിലും കുറ്റം പറഞ്ഞ് നടക്കണം. ഇവ കൃഷ്ണൻ നല്ലവനായി തീരുമാനമായപ്പോൾ പിന്നെ സത്രാജിത്തെ കുറ്റം പറയാൻ തുടങ്ങി. അപ്പോൾ സത്രാജിത്ത് എന്ത് ചെയ്തു? തൻ്റെ പെൺകുട്ടിയായ സത്യഭാമയെ ഭഗവാനുക്ക് വിവാഹം ചെയ്തു കൊടുത്തു. പക്ഷേ സത്യഭാമയെ വേറെ ആൾക്ക് പണ്ടേ തരാൻ പറഞ്ഞിരുന്നു, ശതധന്വ എന്ന പേരുള്ള യാദവന്. അവനക്ക് ദേഷ്യമായി. അവൻ എന്ത് ചെയ്തു? സത്രാജിത്തിനെ വധിച്ച് ആ മണിയും കൊണ്ടുപോയി. ഈ സമയത്ത് പാണ്ഡവന്മാരുടെ അന്വേഷണത്തിന് പോയ ഭഗവാൻ തിരിച്ച് വന്ന് ഈ ശതധന്വാനെ വധിച്ചപ്പോൾ അവൻ്റെ കയ്യിൽ മണിയില്ല. ശതധന്വാൻ ചെയ്തു മണിയും എടുത്ത് അക്രൂരൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ഓടി. അക്രൂരൻ മണി കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? കാശിക്ക് പോയി. ഇതാണ് ഈ മണി പണം ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്. അക്രൂരൻ നല്ല ഭക്തനാണ്. പക്ഷേ പൈസ കിട്ടിയപ്പോൾ പിന്നെ ദ്വാരകയും വേണ്ടാം, ഭഗവാനും വേണ്ടാം, കാശിക്ക് പോകാൻ പറഞ്ഞ്. കാരണം പണ്ട് അക്രൂരൻ്റെ അച്ഛൻ കാശിയിൽ ചെന്നപ്പോൾ നല്ല മഴ ഉണ്ടായി. കാരണം കാശിയിൽ മഴയില്ലാതെ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു. ഗംഗയിൽ തന്നെ വെള്ളം കുറഞ്ഞു പോയി. അപ്പോൾ അക്രൂരൻ്റെ അച്ഛൻ സ്വഫൽക്കണ്ണ് പേര്, അദ്ദേഹം അവിടെ യാഗം ചെയ്തപ്പോൾ നല്ല മഴ ഉണ്ടായി. ഇപ്പോൾ മഴയില്ല പറഞ്ഞ് അക്രൂരനെ വിളിച്ചു കൊണ്ടുപോയപ്പോൾ എന്തായി? അക്രൂരോ എത്ര ദേവോഭിവർഷത്തെ തത്ര നോപതാപ നമാരികാഹ. അച്ഛനെപ്പോലെ തന്നെ മകനും അക്രൂരൻ അവിടെ പോയി യാഗം ചെയ്തപ്പോൾ നല്ല മഴ ഉണ്ടായി. എല്ലാവർക്കും സുവർണ ദക്ഷിണ ഈ അക്രൂരൻ ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഭഗവാൻ മനസ്സിലാക്കി, സുവർണ ദക്ഷിണ ചെയ്യണമെങ്കിൽ പൈസ കിട്ടണ്ടേ? ഇൻകം ടാക്സ്കാർ എങ്ങനെ മനസ്സിലാക്കും? ഒരാളുടെ ചിലവ് നോക്കി മനസ്സിലാക്കും. കൂടുതൽ ചിലവാകുന്നുണ്ട്, പിടിക്കാം. അതാണ് ഭഗവാൻ മനസ്സിലാക്കി അക്രൂരനെ വിളിച്ച് വരുത്തി പറഞ്ഞു, ഈ മണി ശരിക്കും എനിക്ക് സ്വന്തമാണ്, എന്നാലും നിങ്ങൾ തന്നെ വെച്ചോളൂ, നാളെ സഭയിൽ കാണിച്ചോളൂ പറഞ്ഞപ്പോൾ പിന്നെ അക്രൂരൻ സഭയിൽ കാണിച്ചു കൊടുത്തു. ഈ മണി എൻ്റെ കയ്യിൽ ശതധന്വ ഏൽപ്പിച്ചതാണ്. ഇവിടെയാണ് ഭഗവാൻ പറഞ്ഞു, ഈ മണിയെടുത്ത എല്ലാവരും മരിച്ചു. ആദ്യം സത്രാജിത്ത് അവൻ മരിച്ചു, പിന്നെ പ്രസേനൻ മരിച്ചു, സിംഹം മരിച്ചു, ജാമ്പവൻ ഭക്തനായതുകൊണ്ട് ഇടി വാങ്ങി, മരിച്ചിട്ടില്ല. പിന്നെ ശതധന്വ, ഇങ്ങനെ എല്ലാവരും മണിയെടുത്ത എല്ലാവരും മരിച്ചു. എന്താ കാരണം? ഈ മണി ഭഗവാനുക്ക് സമർപ്പണം ചെയ്യണം. ഭഗവാനുക്ക് ഇല്ലാതെ ഭഗവാന്റെ ഭാര്യയായ ഈ മണിയെ പത്നിയെ പോലെ സ്വീകരിക്കാൻ പാടില്ല. മോളെ പോലെ വളർത്തി നമുക്ക് നല്ല ആൾക്ക് കൊടുക്കാൻ ഉപയോഗിക്കണം. ഭഗവാന്റെ പത്നിയല്ലേ ലക്ഷ്മി, അത് നല്ല കാര്യത്തിന് ഉപയോഗിച്ചാൽ നമ്മൾ ഒന്നും ചെയ്യില്ല. ഭാര്യയെ പോലെ സ്വയം ഉപയോഗം ചെയ്യാൻ സ്വീകരിച്ചാൽ പിന്നെ അവനക്ക് നാശമാവും, അവൻ്റെ നാശത്തിൻ്റെ കാരണമാവും എന്നാണ് ഇവിടെ ഭഗവാൻ കാണിച്ചു തരുന്നു. അങ്ങനെ അക്രൂരനുക്കും അങ്ങനെ മണി കിട്ടിയപ്പോൾ അദ്ദേഹം പുറത്തുപോയി. പിന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിലായി, മണി കിട്ടിയാൽ എല്ലാവരുടെ മനസ്സും മാറും എന്ന് മനസ്സിലാക്കി. പിന്നെ ഭഗവാൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ തന്നെ വെച്ചോളൂ. കാരണം മണിയെടുത്ത് എല്ലാവരും നശിച്ചു, അക്രൂരൻ മാത്രം നശിച്ചിട്ടില്ല. എന്താ കാരണം? കാശിയിൽ കുത്തിയൊഴിഞ്ഞ് ഗംഗയിൽ കുളിക്കാൻ സൗകര്യം ഇല്ലാതായിരുന്നു. അപ്പോൾ 64 സ്നാനഘട്ടം ഇറങ്ങി പടിക്കെട്ടൊക്കെ വെച്ച് എല്ലാവർക്കും കുളിക്കാനുള്ള സൗകര്യം, അവിടെ വേണ്ട സൗകര്യമൊക്കെ അദ്ദേഹം ആ മണി കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ മണിയെ കൊണ്ട് നമുക്ക് ഒരു ആസ്പത്രിയോ ഒരു സ്കൂളോ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്താൽ അതുകൊണ്ടും കുഴപ്പമില്ല. കൂടുതൽ നമ്മളുടെ ഉപയോഗത്തിനാകുമ്പോൾ അത് നമ്മുടെ നാശത്തിന് കാരണമാവും എന്നാണ് അവിടെ കാണിച്ചു തരുന്നു. ഈ കഥ കേൾക്കുന്നവർക്കും എന്തെങ്കിലും ദുഷ്കീർത്തി, കൃഷ്ണൻ കള്ളന് അമ്പാടിയിൽ പറഞ്ഞാൽ അത് ഭഗവാൻ സന്തോഷമായി സ്വീകരിക്കും. ദ്വാരകയിൽ അങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാനക്ക് തന്നെ സങ്കടമായി. അപ്പോൾ ഈ കഥ കേൾക്കുന്നവർക്കും എന്തെങ്കിലും ദുഷ്കീർത്തി ഉണ്ടെങ്കിൽ, ചീത്തപ്പേരുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. ദുഷ്കീർത്തിം ദുരിതമപോഹ്യ യാതി ശാന്തിം. പിന്നെ അർജുനൻ്റെ ഒപ്പം ഭഗവാൻ
ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്ന് നായാട്ടത്തിന് ചെന്നു. അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ കാളിന്തി തീരത്ത് ഒരു പെൺകുട്ടി തപസ് ചെയ്യുന്നു. ഇവിടെ അർജുനൻ ചെന്ന് ചോദിച്ചു, നീ ആരാണെന്ന്? ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ സൂര്യഭഗവാന്റെ പെൺകുട്ടിയാണ്. അഹം ദേവസ്യ സവിതുഹു ദുഹിതാപതിമിച്ഛതി. ഭഗവാനെ വിവാഹം കഴിക്കാൻ വേണ്ടി തപസ് ചെയ്യുന്നു. അപ്പോൾ അർജുനൻ പറഞ്ഞു, ആ ഭഗവാൻ എൻ്റെ സുഹൃത്താണ്, ഇവിടെ വരൂ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ ഭഗവാനുക്ക് സമർപ്പിച്ചു. പിന്നെ ഭഗവാന്റെ അച്ഛൻ പെങ്ങൾ രണ്ട് മിത്രവിന്ദ, വിന്ദാണുവിന്ദൗ രാജാധിദേവി എന്നാണ് പേര്. അവന്തി ദേശത്തിൽ വിവാഹം ചെയ്തു പോയി. വസുദേവൻ്റെ സഹോദരിയാണ് രാജാധിദേവി. ആ രാജാധിദേവിക്ക് 2 പുത്രന്മാർ, വിന്ദൻ, അണുവിന്ദൻ, പിന്നെ ഒരു പെൺകുട്ടി മിത്രവിന്ദ. ഈ മിത്രവിന്ദ ചെറുപ്പത്തിൽ തന്നെ കണ്ണനെ കണ്ടു. എങ്ങനെ കണ്ടു? ഭഗവാൻ അവന്തി ദേശത്തിൽ പഠിക്കാൻ പോയി. അങ്ങനെ സാന്ദീപനി ഗുരുകുലത്തിൽ പഠിക്കുമ്പോൾ ഇടയ്ക്ക് അവധി കിട്ടില്ലേ, ഇങ്ങനെ ചില ദിവസങ്ങളിൽ പഠിക്കാൻ പാടില്ല. പ്രഥമ ദിവസം പഠിച്ചാൽ നമ്മൾ പഠിച്ച പാഠം ചെറുതായി പോകും. പ്രതിപത് പാഠശീലസ്യ വിദ്യേവ തനുതാം ഗത. സുന്ദരകാണ്ഡത്തിൽ പറയുന്നു സീതാദേവിയെക്കുറിച്ച്. സീതാദേവി എങ്ങനെ മെലിഞ്ഞിരിക്കുന്നു പറയുമ്പോൾ, പ്രഥമ ദിവസം വാവ് കഴിഞ്ഞ അടുത്ത ദിവസം പ്രഥമ ദിവസം പഠിക്കുന്ന ആളുടെ പാഠം എങ്ങനെ മറക്കുമോ, അതുപോലെ എങ്ങനെ ചെറുതായി പോകുമോ, വൃദ്ധിയാവാതെ എങ്ങനെ കുറയുമോ, അതുപോലെ സീതാദേവി മെലിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രഥമ ദിവസം പാഠം നടത്താറില്ല. ആ സമയത്ത് ഭഗവാൻ അച്ഛമ്മങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ ചെല്ലുമ്പോൾ മിത്രവിന്ദ ഭഗവാനെ കണ്ടു. പക്ഷേ സഹോദരന്മാർ 2 പേരും ദുര്യോധനൻ്റെ സുഹൃത്തുക്കളായിപ്പോയി. അപ്പോൾ മിത്രവിന്ദയ്ക്ക് സങ്കടമായിപ്പോയി. അപ്പോൾ സ്വയംവരം നടത്താൻ ഏർപ്പാട് ചെയ്തപ്പോൾ മിത്രവിന്ദ മാളയുമായി വന്നു. ദുര്യോധനക്ക് മാല സമർപ്പിക്കണം എന്നാണ് സഹോദരന്മാർ പറഞ്ഞു. പക്ഷേ ദുര്യോധനൻ കൃത്യസമയത്തിൽ വന്നിട്ടില്ല. ദുര്യോധനൻ എന്നെ പോലെ തോന്നുന്നു, കൃത്യസമയത്തിൽ വരാറില്ല, കുറച്ച് വൈകിയേ വന്നു. വൈകി വന്നാൽ നിർത്തുന്നത് കൃത്യസമയത്ത് നിർത്തും. അങ്ങനെ ദുര്യോധനൻ വൈകി വന്നപ്പോൾ എന്തായി, കണ്ണൻ ആദ്യമായിരുന്നു. കണ്ണൻ്റെ കഴുത്തിൽ മാല സമർപ്പിച്ചു. അങ്ങനെ കണ്ണൻ ആ മിത്രവിന്ദാവെ സ്വീകരിച്ച് കൊണ്ടുപോകുമ്പോൾ പല രാജാക്കന്മാർ യുദ്ധത്തിന് വന്നു. അവരെ ജയിച്ച് ഭഗവാൻ കൊണ്ടുപോയി. പിന്നെ കോസലദേശത്ത് രാജാവ് നഗ്നജിത്ത് എന്ന പേര്. ആ രാജാവ് 7 കാളകൾ വച്ചിരുന്നു. ആ കാളകളെ അടക്കുന്നവർക്ക് എൻ്റെ പെൺകുട്ടിയെ തരാം. അത് പണ്ടേ ഭഗവാൻ ജല്ലിക്കെട്ടിന് തമിഴ്നാട്ടിൽ പറയും, കാളയെ അടക്കിയാൽ പെൺകുട്ടിയെ തരാം. ആ വൃഷജില്ലഭ്യാം എന്ന് ഇവിടെ പറയുന്നു. ആ ജില്ലഭ്യാം എന്ന് പറയുന്നതാണ് അവർ ജല്ലിക്കെട്ടിന് നമുക്ക് തമിഴിലായി പോയി. അങ്ങനെ 7 കാളകളെ ഭഗവാൻ അടക്കി. ഭഗവാൻ ആ പെൺകുട്ടിയെ, സത്യ എന്ന പേരുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. 7 കാളകൾ പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഇന്ദ്രിയങ്ങളെ അടക്കണം. കല്യാണത്തിന് മുമ്പ് ഈ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, മനസ്സ്, ബുദ്ധി ഇത് അടക്കിയവർ പിന്നെ വിവാഹം കഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് നിയന്ത്രിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടിയാണ് ആദ്യം കാളകളെ അടക്കണം പറയാൻ കാരണം. അതിനുശേഷം ഭഗവാന്റെ വേറൊരു അച്ഛൻ പെൺകൾ ശ്രുതകീർത്തി എന്നാണ് പേര്. അവരുടെ പെൺകുട്ടി ഭദ്ര. ആ ഭദ്രയെ അവർ സ്വയം സന്തോഷത്തോട് സമർപ്പിച്ചു. അങ്ങനെ ഒരു വിവാഹം കഴിച്ചു. പിന്നെ മദ്രദേശത്തിൻ്റെ രാജാവ് ബൃഹത്സേനൻ പേര്. അവൻ്റെ പെൺകുട്ടി ലക്ഷ്മണ. ഈ ആൾ എന്ത് ചെയ്തു, അർജുനൻ്റെ വിവാഹം പോലെയാണ്. മുകളിലൊരു മത്സ്യത്തെ കട്ടിയിട്ടു, താഴെ വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം നോക്കി അടിക്കണം. അർജുനനും വന്നിരുന്നു. പക്ഷേ അർജുനൻ്റെ ദ്രൗപദി സ്വയംവരത്തിൽ മത്സ്യം അവിടെ തന്നെ നിൽക്കും, താഴെ ഉള്ള വെള്ളം നോക്കി അടിക്കണം. ഈ സ്വയംവരത്തിൽ ഒരു വിശേഷം കൂടി, മത്സ്യം ഇങ്ങനെ കറങ്ങുന്ന മത്സ്യമായിരിക്കും. മത്സ്യം മുകളിൽ കറങ്ങുമ്പോൾ താഴെ വെള്ളത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെ അത് കൃത്യമായി അടിക്കണം. അർജുനർക്ക് പോലും അത് സ്പർശിക്കാനേ പറ്റിയിട്ടുള്ളൂ, അടിക്കാൻ പറ്റാതായി. ഭഗവാൻ ആ മത്സ്യത്തെ അടിച്ച് വീഴ്ത്തി ലക്ഷ്മണയെ വിവാഹം കഴിച്ചു. ഇങ്ങനെ 8 പ്രധാന ഭാര്യമാർ, കൂടാതെ 16,100 പെൺകുട്ടികളെ രാജകന്യകമാർ നരകാസുരൻ ജയിലിൽ വെച്ചിരുന്നു. ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറി നരകാസുരനെ സംഹാരം ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ മുറൻ ഒരു അസുരൻ ഉണ്ടായിരുന്നു, അവനെയും വധിച്ച് ആ 16,100 പെൺകുട്ടികളെയും അവരുടെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരെ എല്ലാവരും വീണ്ടും ഭഗവാനുക്ക് തന്നെ സമർപ്പിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഒരേ സമയത്തിൽ ഒരേ തീയതിയിൽ എല്ലാവരെയും വിവാഹം കഴിക്കാൻ പറഞ്ഞ്
16,100 രൂപം സ്വീകരിച്ച് അഥോ മുഹൂർത്ത ഏകസ്മിൻ നാനാഗാരേഷു താ സ്ത്രിയഃ യഥോപയേമേ ഭഗവാൻ താവത് രൂപധരോ വ്യയഃ. ഒരു വിളക്കിന് അടുത്ത വിളക്ക് എത്ര വിളക്ക് കൊളുത്തിയാലും അങ്ങനെ വളർന്നു വരണ്ടു പോകും. ആദ്യത്തെ വിളക്കിന് ഒരു കുറവില്ലയോ? അതേപോലെയാണ് ഭഗവാൻ 16,100 രൂപ സ്വീകരിച്ച് ആ 16,100 സ്ത്രീകളെയും വിവാഹം കഴിച്ചു. പിന്നെ വിവാഹം കഴിച്ചാൽ മാത്രം പോരാ, മര്യാദയ്ക്ക് കുടുംബജീവിതം കൊണ്ടുപോകണം, ഇടിപിടി കൂടാതെ. അതും കൂടി ഭഗവാൻ കർഹിച്ചിത അധ്യായത്തോടെ കാണിക്കുന്നു. പിന്നെ ഭഗവാന്റെ പേരക്കുട്ടി മന്മഥൻ്റെ പ്രദ്യുമ്നൻ്റെ പുത്രനായ അനിരുദ്ധൻ കൊട്ടാരത്തിൽ ഇങ്ങനെ നല്ല വെയിൽ കാലത്ത് കിടന്ന് ഉറങ്ങുമ്പോഴാണ് ബാണാസുരൻ ഒരാസുരൻ, ബലിചക്രത്തിൻ്റെ മഹൻ. അവൻ മഹാദേവനെ സന്തോഷിപ്പിച്ചു. മഹാദേവൻ നൃത്തം വയ്ക്കുമ്പോൾ മൃദംഗം അടിച്ച് സന്തോഷിപ്പിച്ചു. അപ്പോൾ മഹാദേവൻ എന്ത് വേണം ചോദിച്ചപ്പോൾ എനിക്ക് 1000 കൈ വേണം പറഞ്ഞു. 1000 കൈ കൊണ്ട് മൃദംഗം അടിക്കണം. 1000 കൈ കിട്ടിയ ശേഷം എന്ത് ചെയ്തു? യുദ്ധത്തിന് പോയി. എല്ലാവരും പേടിച്ച് ഓടാൻ തുടങ്ങി. അവസാനം മഹാദേവനെ തന്നെ വിളിച്ചു, എന്നോട് യുദ്ധത്തിന് വരണം. മഹാദേവൻ പറഞ്ഞു, ഞാൻ കൊടുത്ത കൈ ഞാൻ തന്നെ വെട്ടാൻ പറ്റില്ല, എനിക്ക് തുല്യമായ ഒരാൾ വരും എന്ന് വരും. ചോദിച്ചപ്പോൾ നിൻ്റെ വിമാനത്തിൻ്റെ കൊടിക്കൂര എപ്പോൾ വീഴുമോ അന്ന് വരും. അപ്പോൾ രണ്ടാളെ ഏർപ്പാടാക്കി വിമാന കൊടിക്കൂര വീഴുന്ന സമയത്ത് എന്നോട് പറയണം. ഈ സമയത്താണ് ബാണാസുരൻ്റെ മകൾ ഉഷ പാർവതിയോട് പ്രാർത്ഥിച്ചു, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഭർത്താവിനെ കല്യാണത്തിന് മുമ്പ് തന്നെ കാണണം. പണ്ട് അങ്ങനെ കാണാൻ പറ്റില്ലേ, ഇപ്പോഴൊക്കെ കണ്ട് നേരിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. ഇവിടെ അങ്ങനെ വലിയ പണ്ട് ഗാന്ധാരിക്ക് കല്യാണ സമയത്തിലാണ് മനസ്സിലായി ഭർത്താവിന് കാഴ്ച ഇല്ലിയെന്ന്. പിന്നെ ഒരു പട്ടും എടുത്ത് കണ്ണ് അടച്ചു വെച്ചു. അതുപോലെ ആവരുത് വിചാരിച്ച് എൻ്റെ ഭർത്താവിനെ ആദ്യം തന്നെ കാരണം പറഞ്ഞപ്പോൾ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും പറഞ്ഞു. അങ്ങനെ സ്വപ്നത്തിൽ അനിരുദ്ധനെ കണ്ടു. പിന്നെ നാഥ വിളിച്ചു. അടുത്തിരിക്കുന്ന തോഴി ചോദിച്ചു, ആരാണ് നാഥൻ? എൻ്റെ നാഥൻ. സ്വപ്നത്തിൽ കണ്ട നാഥനാണ്, അയാൾ തന്നെ വിവാഹം കഴിക്കണം. അപ്പോൾ എല്ലാ രാജാക്കന്മാരെയും വരച്ച് കാണിച്ചപ്പോൾ അനിരുദ്ധനെ വരച്ച് കാണിച്ചു. ഈ ആളെ തന്നെ ഞാൻ കണ്ടു. ആ തോഴി ചിത്രളേക്കാൾ നല്ല യോഗശക്തി ഉള്ളവൾ, യോഗിനി അതീവ കുശല. അവൾ എന്ത് ചെയ്തു? നേരെ ആകാശ വഴിയിൽ ചെന്ന് അനിരുദ്ധനെ കട്ടിലോട് എടുത്ത് ഇവിടെ കൊണ്ടാക്കി. ഈ അനിരുദ്ധനെ എണ്ണി നോക്കുമ്പോൾ 2 സ്ത്രീകൾ ഇങ്ങനെ കാലമർത്തിക്കൊണ്ടിരിക്കുന്നു. കൃഷ്ണൻ്റെ പേരക്കുട്ടിയല്ലേ, എവിടെ ഇരുന്നാലും എന്താ സുഖമായിട്ട് ജനിച്ച് ഇരുന്നാൽ മതി, അവിടെ ഭക്ഷണം കഴിച്ച് സുഖമായിട്ടിരിക്കുന്നു. ബാണാസുരൻ ഇത് മനസ്സിലാക്കി എന്ത് ചെയ്തു? അനിരുദ്ധനെ പിടിച്ച് ജയിലിലാക്കി. ഭഗവാനക്ക് ഇതൊക്കെ അറിയാം. ഭഗവാൻ വിചാരിച്ചു, ഞാൻ ബലിചക്രവർത്തിയെ ബന്ധിപ്പിച്ചില്ലേ, ഇപ്പോൾ ബലിച്ചേച്ചിൻ്റെ മകൻ എൻ്റെ പേരക്കുട്ടിയെ ബന്ധിപ്പിക്കട്ടെ കുറച്ച് നേരം. ഈ വിഷയം നാരദൻ കണ്ണനോട് പറഞ്ഞപ്പോഴാണ് ഭഗവാൻ സൈന്യസമേതനായി വരുന്നു. ഈ ബാണാസുരനെ സഹായിക്കാൻ മഹാദേവനും വന്നു. പിന്നെ ബാണാസുരനക്ക് വേണ്ടി മഹാദേവനും കൃഷ്ണനും ഏറ്റുമുട്ടേണ്ടി വന്നു. അങ്ങനെ യുദ്ധസമയത്തിൽ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ വൈരസ് യുദ്ധം, അത് അന്ന് തുടങ്ങിയതാണ്. ബാണാസുരൻ ഒരു ജ്വരമന്ത്രം പറഞ്ഞ് ഇങ്ങനെ ഒരു ജ്വരദേവതയെ പറഞ്ഞു വിട്ടു. മാഹേശ്വര ജ്വരം എന്നാണ് പേര്. അത് വന്നപ്പോൾ എല്ലാവർക്കും ജ്വരം പിടികൂടി, ഒരാൾക്കും യുദ്ധം ചെയ്യാൻ പറ്റാതായി. അപ്പോൾ ഭഗവാൻ തൻ്റെ കയ്യിൽ വേറെ ഒരു വൈരസ് വെച്ച് തന്നു, അത് വൈഷ്ണവജ്വരം. അത് ഇങ്ങനെ പറഞ്ഞു വിട്ടു. പരസ്പരം ജ്വരത്തിന് യുദ്ധം. അങ്ങനെ വൈഷ്ണവജ്വരം കൊണ്ട് ബുദ്ധിമുട്ടിയ മാഹേശ്വരജ്വരം ഭഗവാനെ സ്തുതിക്കുന്ന രംഗമാണ് 10ാമത്തെ സ്കന്ധം 63ാമത്തെ അധ്യായത്തിൽ 25 മുതൽ 4 ശ്ലോകങ്ങളാണ്. ജ്വരസ്തുതി എന്നാണ് പേര്. ഇത് ചൊല്ലിയാൽ നമ്മുടെ ജ്വരമൊക്കെ മാറിക്കിട്ടും. ജ്വലം പലവിധത്തിൽ നമുക്ക് വരുന്നുണ്ട്. ഉഷ്ണജ്വര, പിത്തജ്വര, വാതജ്വര, ശ്ലേഷ്മജ്വര, കഫജ്വര, ആലാപജ്വര, സന്നിപാതജ്വര, മാഹേന്ദ്രജ്വര, കൃത്രിമജ്വര, കൃത്യാധികജ്വര, ഏകാഹികജ്വര, ദ്വാഹികജ്വര, ത്യാഹികജ്വര, ചാതുർത്ഥികജ്വര, പഞ്ചാഹികജ്വര, വർഷജ്വര, മാസജ്വര, ഷാൺമാസജ്വര, സംവത്സരജ്വര, സർവാംഗജ്വരാന്നാശയനാശയ. പലവിധമായ ജ്വരങ്ങളുണ്ടാവും. ചില ജ്വരങ്ങൾ ഒരു ദിവസം, ചില ജ്വരം 2 ദിവസം, ചില ജ്വരം 3 ദിവസം, പിന്നെ 1 ആഴ്ച, ഇങ്ങനെയൊക്കെയുണ്ട്. ജ്വരത്തിൻ്റെ ഭേദമുണ്ട്. ഈ ജ്വരബാധയൊക്കെ മാറണമെങ്കിൽ ഈ ശ്ലോകം ചൊല്ലിയാൽ മതി. ജ്വരവുവാച നമാമി ത്വാനന്തശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോത്പത്തിസ്ഥാനസംരോധഹേതും യത്തത് ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാ വികാരഃ
തത്സംഘാതോ ബീജരോഹപ്രവാഹ ത്വന്മായൈഷാ തന്നിഷേധം പ്രപദ്യേ നാനാഭാവിർലീലയൈവോപപന്നൈഃ ദേവാൻ സാധൂൻ ലോകസേതുൻ ബിഭർഷി ഹംസ്യുന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈതത്തേ ഭാരഹാരായ ഭൂമേഃ തപ്തോഹന്തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേന താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരണ്യാവദാശാനുബദ്ധാഃ. ശ്രീഭഗവാനുവാച ത്രിശിരസ്തേ പ്രസന്നോസ്മി വേതു തേ മജ്വരാദ്ഭയം യോ നോ സ്മരതി സംവാദം തസ്യ ത്വന്ന ഭവേത് ഭയം. ഈ 5 ശ്ലോകം ചൊല്ലിയാൽ മതി. ഇത് സ്മരിക്കുന്നവർക്ക് നിൻ്റെ ജ്വരം ബാധിക്കില്ലേ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. പിന്നെ ബാണാസുരൻ്റെ 996 കൈകൾ വെട്ടി 4 കൈ ബാക്കി വെച്ചു. മഹാദേവൻ പ്രാർത്ഥിച്ചു ഇവനെ വധിക്കരുതേന്ന്. ഭഗവാനും പറഞ്ഞു, ഞാൻ പ്രഹ്ലാദനക്ക് വരം കൊടുത്തിട്ടുണ്ട്, നിൻ്റെ പരമ്പരയിൽ ഒരാളെയും വധിക്കാൻ പോകുന്നില്ലേന്. ഇയാൾ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയുടെ കുട്ടിയാണ്, അതുകൊണ്ട് വധിക്കില്ല പറഞ്ഞ് വിട്ടു. പിന്നെ ബാണാസുരൻ നല്ല ബുദ്ധിയോടുകൂടി, ബാണാസുരനക്ക് ശൈവ വൈഷ്ണവ ഭേദം കുറച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ മനസ്സിലായി രണ്ടുപേരും ഒരേ തുല്യരാണെന്ന് മനസ്സിലായി. പിന്നെ തൻ്റെ പെൺകുട്ടിയെ അനിരുദ്ധന് വിവാഹം ചെയ്തു കൊടുത്തു. ഈ കഥ രാവിലെ എഴുന്നേറ്റ് ആരാണ് സ്മരിക്കുന്നുവോ അവർക്ക് എവിടെ ചെന്നാലും ജയം കിട്ടും. ഇപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ രാവിലെ ഈ കഥ കൊണ്ട് സ്മരിച്ചിട്ട് പോയാൽ പരീക്ഷയിൽ ജയം കിട്ടും. പക്ഷേ ആദ്യം പഠിക്കണം, പഠിച്ചിട്ട് പിന്നെ ഈ കഥയും കൂടി സ്മരിക്കണം. ഒന്നും പഠിക്കാതെ നേരിട്ട് പോയിട്ട് ബാണാസുര യുദ്ധം വിചാരിച്ചിട്ട് പോയി യുദ്ധം പരീക്ഷ എഴുതിയാൽ പോരാ, പഠിക്കണം. പിന്നെ ഈ കഥയും കൂടി സ്മരിച്ചിട്ട് വേണം. അതിനുശേഷം നൃഗൻ പേരുള്ള രാജാവിൻ്റെ കഥയും പിന്നെ ബലരാമനുടെ യമുണിയെ ആകർഷിച്ച ചരിത്രവും, പൗണ്ഡ്രകൻ പേരുള്ള ഒരു രാജാവ് ഭഗവാനെ പോലെ വേഷം കെട്ടി യുദ്ധത്തിന് വന്നു, അവനുക്കും ഭഗവാൻ മുക്തി കൊടുത്ത കഥയും, പിന്നെ ദ്വിവിധന്യനെ വാരണ ബലരാമൻ വധിച്ചതും, അതേപോലെ ഹസ്തിനാപുരത്തെ ആകർഷിച്ച് എന്നാൽ ഭഗവാന്റെ പുത്രനായ സാമ്പൻ എന്തു ചെയ്തു, ദുര്യോധനൻ്റെ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നു. സാധാരണ സ്വയംവരത്തിൽ പെൺകുട്ടി ഇഷ്ടപ്പെട്ട ഒരു രാജാവിൻ്റെ കഴുത്തിൽ മാല ഇടും, പിന്നെ ആ രാജാവ് കൊണ്ടുപോകും. ഇവിടെ സാമ്പൻ എന്ത് ചെയ്തു, ഈ പെൺകുട്ടി മാല എടുത്തു വരുമ്പോൾ സ്വയം കഴുത്ത് ഉള്ളിൽ കിട്ടി പെൺകുട്ടിയെ കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ അവരൊക്കെ പിടിച്ച് നിർത്തി ജയിലിൽ ഇട്ടു. അപ്പോഴാണ് ബലരാമസ്വാമി ഉഗ്രസേനൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ ഈ സാമണ 10 പേരായിട്ട് ചേർന്ന് യുദ്ധം ചെയ്തെങ്കിൽ അടച്ചു വെച്ചിരിക്കണോ, അഴിച്ചുവിടണം പറഞ്ഞപ്പോൾ ദുര്യോധനൻ കുറച്ച് ചീത്ത വാക്കുകളൊക്കെ പറയാൻ തുടങ്ങി ബലരാമനോടും. അപ്പോൾ ബലരാമൻ വിശ്വരൂപം സ്വീകരിച്ച് ഹസ്തിനാപുരം ആകർഷിച്ചപ്പോൾ ഭൂകമ്പം ഉണ്ടായി. പിന്നെ ദുര്യോധനൻ നമസ്കരിച്ച് പെൺകുട്ടിയെ കൊടുത്തയച്ചു. പിന്നെ 16,108 കൊട്ടാരത്തിൽ ഭഗവാൻ എങ്ങനെ ഗൃഹസ്ഥധർമ്മം നടത്തുന്നു അത് കാണാൻ വേണ്ടി നാരദൻ ചെന്നു. ഓരോരോ കൊട്ടാരത്തിലും ഭഗവാൻ ഓരോരോ ധർമ്മം ചെയ്യുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു, സ്തുതിച്ചു. ഭഗവാന് എവിടെ ചെന്നാലും നിൻ്റെ ഗുണം പാടി നടക്കാനുള്ള ഭാഗ്യം തരണേ. പിന്നെ ഒരു ദിവസം ഭഗവാൻ സഭയിലിരിക്കുമ്പോഴാണ് ഒരു ദൂതൻ വന്നു. എന്താണ് ചോദിച്ചപ്പോൾ, ജരാസന്ധൻ 20,800 രാജാക്കന്മാരെ ജയിലിൽ അടച്ചു വച്ചിരിക്കണം, അവരെ വിമോചനം ചെയ്യണം പ്രാർത്ഥിക്കുന്നു. അതേ സമയത്ത് നാരദൻ വന്ന് പറഞ്ഞു, ധർമ്മപുത്രനുക്ക് രാജസൂയം നടത്തണം. ഒരേ സമയത്തിൽ 2 കാര്യം വന്നപ്പോൾ ഏതാണ് ആദ്യം ചെയ്യണം? ഉദ്ധവനോട് ചോദിച്ചപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, വലിയ കാര്യം നടത്തുമ്പോൾ പണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, കുറച്ച് സഹായിക്കാൻ ആൾക്കാരും വേണം. അപ്പോൾ ജരാസന്ധനെ ആദ്യം വധിച്ചിട്ട് ആ രാജാക്കളെയും വിമോചനം ചെയ്താൽ നമുക്ക് രാജസൂയം നടത്താൻ എളുപ്പമാവും. ശരി പറഞ്ഞ് ഭഗവാൻ കുടുംബസമേതം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെന്നു. പിന്നെ കൃഷ്ണൻ, ഭീമൻ, അർജുനൻ 3 പേരും ബ്രാഹ്മണ വേഷം കെട്ടി ജരാസന്ധൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. കാരണം ജരാസന്ധനോട് നേരിട്ട് യുദ്ധത്തിന് പോയാൽ ഈ അടച്ചു വെച്ച രാജാക്കൾ തന്നെ പറഞ്ഞുവിടും. അതുകൊണ്ടാണ് വേഷം മാറി ചെന്നു. ജരാസന്ധൻ ചോദിച്ചു, ബ്രാഹ്മണന്മാരെ നിങ്ങൾക്ക് എന്താണ് വേണം? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, യുദ്ധം നോ ദേഹിര, യുദ്ധം വേണം, യുദ്ധം ചെയ്യണം പറഞ്ഞപ്പോൾ ജരാസന്ധൻ പൊട്ടിച്ചിരിച്ചു. സാധാരണ ബ്രാഹ്മണന്മാർ യുദ്ധം ചെയ്യാറില്ല. അടുത്ത വീട്ടിൽ ശണ്ട നടക്കുമ്പോൾ അടുത്ത വീട്ടിൽ ശണ്ടയാണ് പറഞ്ഞ് കത്തി അടിച്ച് ഇവർ പേടിച്ചിരിക്കും, അവർ ശണ്ട കഴിയട്ടെ. ബ്രാഹ്മണന്മാർ യുദ്ധം ചെയ്യുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ. എവിടെയാണ്? വാഴയുടെ മുന്നിലിരുന്ന് ഈ ശാപ്പാട് നന്നായിട്ട് കഴിക്കാറേ പറ്റുള്ളൂ അവർക്ക്.
ഇപ്പോൾ യുദ്ധം ചോദിക്കുന്ന ബ്രാഹ്മണൻ നിങ്ങളാരാണ് ചോദിച്ചപ്പോൾ ഇവൻ അർജുനനാണ്, ഇവൻ വയറ് കണ്ട് മനസ്സിലാക്കേണ്ടേ, ഇവനാണ് ഭീമൻ, ഞാൻ കൃഷ്ണൻ പറഞ്ഞപ്പോൾ അർജുനൻ ചെറിയ കുട്ടിയാണ്, കൃഷ്ണൻ ഈ ഭയന്ന് ഓടിയ ആളാണ്. ഭീമഹ തുല്യബലോമമ, ഭീമനാണ് എനിക്ക് തുല്യം പറഞ്ഞ് യുദ്ധം തുടങ്ങി. 28 ദിവസം ആദ്യം രണ്ടുപേരും കാപ്പിയോ ചായയോ കുടിച്ചിട്ട് യുദ്ധം തുടങ്ങും. 6:30 സഹസ്രനാമം ജപിച്ചിട്ട് തുടങ്ങും യുദ്ധം. പിന്നെ 8:30 ആവുമ്പോൾ നിർത്തിയിട്ട് ടിഫൻ കഴിച്ചിട്ട് വീണ്ടും 9:15 തുടങ്ങും യുദ്ധം. 12 ആകുമ്പോൾ നിർത്തും. പിന്നെ ഭക്ഷണം കഴിച്ച് 2 മണിക്ക് വീണ്ടും തുടങ്ങും. പിന്നെ 4 മണിയാകുമ്പോൾ ഒന്ന് ചായ കുടിച്ചിട്ട് വീണ്ടും യുദ്ധം തുടങ്ങും. സന്ധ്യാസമയമാകുമ്പോൾ നിർത്തും. കൃത്യം നമ്മുടെ സപ്താഹം പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഭഗവാനെ നേരിട്ട് കണ്ട് വായിക്കുന്നു, അവർ നേരിട്ട് കണ്ട് യുദ്ധം ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. 28 ദിവസം 27 ദിവസം ആയപ്പോൾ ഭീമൻ പറഞ്ഞു, നശക്തോഹം ജരാസന്ധം. ഭീമൻ നല്ല ശാരീരഭാഗമുള്ള ആളാണെന്ന് ഒരു ഗർവം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗർവം പോയി. ഈ ജരാസന്ധനെ വധിക്കാൻ പറ്റില്ലല്ലോ. ഭഗവാൻ നാളെ ഐഡിയ തരാൻ പറഞ്ഞ് അടുത്ത ദിവസം ഒരു പുല്ല് എടുത്ത് ഇങ്ങനെ കീരി കാണിച്ചു. അപ്പോൾ മനസ്സിലാക്കി ജരാസന്ധനെ തള്ളി ഒരു കാൽ കൊണ്ട് അവൻ്റെ കാൽ അമർത്തി പിടിച്ചു, അടുത്ത കാൽ 2 കൈയും പിടിച്ച് ഇങ്ങനെ 2 കഷ്ണമായി കീരിയിട്ടു. എന്താ അത്ഭുതം! വീണ്ടും ഒട്ടി വന്നപ്പോൾ ഭഗവാൻ മാറ്റിയിടാൻ പറഞ്ഞ് ജരാസന്ധനെ വധിച്ചു. ആ രാജാക്കന്മാരെ വിമോചനം ചെയ്തു. അവർ ഭഗവാനെ നമസ്കരിക്കുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഏത് ദുഃഖം വന്നാലും ഈ ശ്ലോകം ചൊല്ലി ഒന്ന് നമസ്കരിച്ചാൽ മതി, ആ ദുഃഖമൊക്കെ മാറും. പിന്നെ രാജസൂയം ഗംഭീരമായി നടത്തുന്നു. ആ രാജസൂയ സദസ്സിൽ ആദ്യത്തെ പൂജ ആർക്കാണ് ചെയ്യുന്നതും സംശയം വന്നപ്പോഴാണ് സഹദേവൻ പറഞ്ഞു കൃഷ്ണനെ പൂജിച്ചാൽ മതി. ഇങ്ങനെ സഹദേവൻ പറഞ്ഞപ്പോൾ തന്നെ ദേവന്മാർ സഹദേവനെ പൂജിച്ചു, പുഷ്പവർഷം ചെയ്തു. പിന്നെ ഭഗവാനെ പൂജിച്ച് തീർത്ഥം എല്ലാവർക്കും തെളിച്ചപ്പോഴാണ് ശിശുപാലൻ യുദ്ധത്തിനായി പുറപ്പെട്ടു. ശിശുപാലൻ ജനിക്കുമ്പോൾ തന്നെ 3 കണ്ണും 4 കൈയുമായി ജനിച്ചു. 3 കണ്ണും ഉണ്ടെങ്കിൽ നമ്മൾ മഹാദേവൻ വിചാരിക്കാം, 4 കൈയാണെങ്കിൽ നാരായണൻ വിചാരിക്കാം. ഇത് ശങ്കരനാരായണ അവതാരമാണോ? ശങ്കരനാരായണൻ കോവിൽ തന്നെയുണ്ട് തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിൽ. അതുപോലെ 3 കണ്ണും 4 കൈയുമായി ജനിച്ചു. അപ്പോൾ അശരീര വാക്ക് പറഞ്ഞു, ഈ ഉണ്ണിയെ ആര് സ്പർശിക്കുമ്പോൾ അധികമായ കണ്ണും കൈകളും അപ്രത്യക്ഷമാവുമോ അയാളാണ് ഇവൻ്റെ ശത്രു. ഇപ്പോൾ ശിശുപാലൻ്റെ അമ്മ എന്ത് ചെയ്തു? കുട്ടിയെ നോക്കാൻ പറഞ്ഞ എല്ലാവരെയും ഒന്ന് കുട്ടിയെ പിടിച്ചോളൂ എല്ലാവരുടെ കയ്യിലും കൊടുക്കും. അങ്ങനെ അച്ഛൻ പെങ്ങളാണ് ഈ ശിശുപാലൻ്റെ അമ്മ. അപ്പോൾ അച്ഛൻ പെങ്ങളെ കുട്ടിയെ കാണാൻ വേണ്ടി കണ്ണൻ വന്നപ്പോൾ കണ്ണൻ്റെ കയ്യിൽ ഉണ്ണിയെ കൊടുത്തപ്പോൾ എന്തായി? അധികമായ കണ്ണും കൈകളും മറഞ്ഞു പോയി. അപ്പോൾ ശിശുപാലൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ ഉണ്ണിയുടെ കുറ്റങ്ങൾ ക്ഷമിക്കണേ. ഭഗവാൻ പറഞ്ഞു, മൊത്തമായിട്ട് പറയാൻ പറ്റില്ലേ, ഒരു 100 അപരാധം വരെ ഞാൻ ക്ഷമിച്ചോളാം എന്ന് പറഞ്ഞു. ശരി പറഞ്ഞ് ഭഗവാൻ പുറപ്പെട്ടപ്പോൾ എന്തായി? വീണ്ടും ശിശുപാലൻ്റെ അമ്മ വിളിച്ചു. ശിശുപാലൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞു, ഇന്ന് 50 അപരാധം ചെയ്താൽ നാളെ 51 കണക്ക് വെക്കേണ്ട, വീണ്ടും കൊണ്ട് തന്നെ തുടങ്ങിക്കോളൂ. ശരി പറഞ്ഞ് ഭഗവാൻ പോയി. പിന്നെ ശിശുപാലൻ്റെ അമ്മ വളർത്തുമ്പോൾ തന്നെ കണ്ണനെ ചീത്ത വിളിക്കുമ്പോൾ 100-ലേറെ വേണ്ട കേട്ടോ, ഇങ്ങനെ പറഞ്ഞ് വളർത്തി. അപ്പോൾ ശിശുപാലൻ എപ്പോഴും കണ്ണനെ ചീത്ത വിളിക്കുമ്പോൾ 1, 2 എണ്ണം പിടിച്ച് ഒരു 50 ആയാൽ നിർത്തി, കൃഷ്ണ നാളെ കാണാം എന്ന് പറഞ്ഞ് വീണ്ടും പോകും. ഇന്ന് എന്ത് ചെയ്തു? കണ്ണനെ മാത്രം ചീത്ത വിളിച്ചില്ലേ, കണ്ണനെയും ഭീഷ്മനെയും പാണ്ഡവന്മാരെയും മാറി ചീത്ത വിളിച്ചപ്പോൾ എണ്ണം തെറ്റി. പക്ഷേ ഭഗവാൻ മുന്നിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കണക്ക് മാല വെച്ച് ജപിച്ചുകൊണ്ടിരുന്നു. എന്താ? ശിശുപാലൻ്റെ ആ ചീത്തവിളി എത്രയാണ്? 100 ആയപ്പോൾ ഭഗവാൻ ചക്രപ്രയോഗം നടത്തി ശിശുപാലനക്ക് മുക്തി കൊടുത്തു. ഇത് മഹാഭാരതത്തിൽ പറഞ്ഞ കഥയാണ്. ഇവിടെ ഭാഗവതത്തിൽ പറയാൻ കാരണം ജയൻ വിജയൻ രണ്ടുപേരും 3 ജന്മത്തിൽ അവതരിച്ച് വീണ്ടും അവർ അവിടെ എത്തിയെന്ന് പറയണ്ടേ, അതിനു വേണ്ടി ഇവിടെ ഒന്ന് ചുരുക്കി വർണ്ണിച്ചു. പിന്നെ അവഭൃത സ്നാനവും ചെയ്ത് പാണ്ഡവന്മാർ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കുറേ കാലം സുഖിച്ചിരുന്നു. അവസാന കാലത്തിലാണ്, പ്രായമായ സമയത്തിലാണ് ഈ യുദ്ധമൊക്കെ എന്നു. രാജസൂയൻ നടന്ന് കുറേ കാലം അവർ സുഖമായിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാനെ ആശ്രയിച്ചവർ
എത്ര സൗഖ്യമായിരിക്കും. ത്വത്പാദുകേ അവിരതം പരിയേ ചരന്തി. ധർമ്മപുത്രനക്ക് അതാണ് ആഗ്രഹം. ധർമ്മപുത്രൻ്റെ ആഗ്രഹം എന്താ? സാധാരണ രാജാക്കന്മാർക്ക് ഭഗവാനെ നമസ്കരിക്കുന്നില്ലേ? അപ്പോൾ രാജസൂയം ചെയ്തു കഴിഞ്ഞാൽ രാജസൂയം ചെയ്ത ആളെ എല്ലാ രാജാക്കളും നമസ്കരിക്കണം. അപ്പോൾ ധർമ്മപുത്രൻ പറയുന്നു, രാജസൂയം ഞാൻ ചെയ്താൽ എല്ലാ രാജാക്കളും എന്നെ നമസ്കരിക്കും. പിന്നെ എല്ലാവരും നമസ്കാരം വാങ്ങി ഞാൻ നിന്നെ നമസ്കരിച്ച് നിനക്ക് സമർപ്പിക്കാം. അതിനു വേണ്ടി നിൻ്റെ പെരുമ കാണിക്കാൻ വേണ്ടിയാണ് എനിക്ക് രാജസൂയം നടത്തണം പറഞ്ഞതുകൊണ്ടാണ് ഭഗവാൻ ഗംഭീരമായി നടത്തി വച്ചു.